ഡിയർ സ്റ്റുഡൻസ് ആൻഡ് പാരൻസ്, എല്ലാവർക്കും ആശംസകൾ. കീം റാങ്ക് വന്നു. ഓപ്ഷൻ രജിസ്ട്രേഷൻ ആൻഡ് ചോയ്സ് ഫില്ലിങ്ങിനായി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഉടനെ തന്നെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. പല കുട്ടികൾക്കും പലതരത്തിലുള്ള ആശങ്കകളാണ്. എങ്ങനെ ചോയ്സ് ഫില്ല് ചെയ്യണം? കോഴ്സിന് പ്രിഫറൻസ് കൊടുക്കണോ? കോളേജിന് പ്രിഫറൻസ് കൊടുക്കണോ? അതോ വേറെ വല്ല കാര്യങ്ങളും പരിഗണിക്കേണ്ടതുണ്ടോ? ഇങ്ങനെയുള്ള സംശയങ്ങളും ആശങ്കകളും എല്ലാം നിലനിൽക്കുകയാണ്. എന്നാൽ കോഴ്സും കോളേജും നാം ഒരേപോലെ പ്രാധാന്യം നൽകേണ്ട രണ്ട് ഘടകങ്ങളാണ്. റാങ്കിനനുസരിച്ച് കിട്ടാവുന്ന കോഴ്സുകൾ ഏതെല്ലാം കോളേജുകളിൽ ഏതെല്ലാം പരിഗണന വെച്ച് കൊടുക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം നാം മുൻകൂട്ടി എടുക്കേണ്ടത് നിർബന്ധമാണ്. ഇതിനായി വേണ്ട കോഴ്സുകൾ ഏതെല്ലാം കോളേജിൽ അപ്ലൈ ചെയ്യണമെന്ന് മുൻഗണനാക്രമത്തിൽ ഒരു ലിസ്റ്റ് തയ്യാറാക്കി വെക്കണം. കേരളത്തിൽ 164ഓളം കോളേജുകളിൽ ലഭ്യമായ 54-ലധികം ബ്രാഞ്ചുകളിൽ നിന്നും നമുക്ക് വേണ്ടത് ഏറ്റവും നല്ല കോളേജിൽ ഏറ്റവും അനുയോജ്യമായ ഒരു കോഴ്സിന് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുക എന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. കോളേജുകളിൽ നമുക്കിവിടെ ഗവൺമെൻറ് കോളേജുകൾ, ഗവൺമെൻറ് ഓട്ടോണമസ് കോളേജുകൾ, ഗവൺമെൻറ് കൺട്രോൾഡ് കോളേജുകൾ, പ്രൈവറ്റ് ഓട്ടോണമസ് സെൽഫ് ഫൈനാൻസിങ് കോളേജുകൾ, പ്രൈവറ്റ് സെൽഫ് ഫൈനാൻസിങ് കോളേജുകൾ എന്നിങ്ങനെ തരംതിരിച്ചിട്ടുണ്ട്. ഇതിൽ പഠിക്കേണ്ടത് നമുക്കിഷ്ടപ്പെട്ട ഒരു കോഴ്സ് ഏത് കോളേജിലാണ് പഠിക്കേണ്ടത്, അതോ ഒരു കോളേജിൽ ഏതെങ്കിലും ഒരു കോഴ്സ് മതിയോ? ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളിലാണ് കൂടുതലും നമ്മളിൽ കൺഫ്യൂഷൻ കാണുന്നത്. ഇത് കൃത്യമായി ആലോചിച്ച് നമ്മുടെ അഭിരുചിക്ക് കൂടി ഒരു മുൻഗണന നൽകി കൊടുക്കേണ്ട ഓപ്ഷനുകളാണ്. ഇങ്ങനെ കൊടുക്കുന്ന ഓപ്ഷനുകളുടെ മുൻഗണനാക്രമം പരിഗണിച്ച് അതിൽ നിന്നുമാണ് നമുക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കുക. അലോട്ട്മെൻറ്റ് ലഭിച്ചു കഴിഞ്ഞ കോളേജിന്, സ്ഥാപനത്തിന് താഴെ കൊടുത്ത ഓപ്ഷനുകളൊന്നും പിന്നീട് നിലനിൽക്കില്ല. അപ്പോൾ വളരെ ശ്രദ്ധയോടെയും കരുതലോടെയും കൂടി കൊടുക്കേണ്ട ഒരു പ്രക്രിയയാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ആൻഡ് ചോയ്സ് ഫില്ലിംഗ്. ഇതിനായി നിങ്ങൾ ഒരു എക്സ്പേർട്ട് അഡ്വൈസ് എടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഇത്രയും ശ്രദ്ധയും കരുതലും നൽകി ഓപ്ഷൻ കൊടുത്താൽ മാത്രമേ നമുക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ്, സ്ഥാപനം, അംഗീകാരം, സ്കോപ്പ് ഇവയൊക്കെ പൂർത്തീകരിക്കപ്പെടൂ. അപ്പോൾ ഓപ്ഷൻ കൊടുക്കുന്നതിന് മുമ്പ് ഒരു എക്സ്പേർട്ട് അഡ്വൈസ് എടുക്കാൻ മറക്കണ്ട. ബി കെയർഫുൾ. താങ്ക് യു.